വടകരയിൽ ഇന്ന് UDFന്റെ കൺവെൻഷൻ ആയിരുന്നു. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ജയിച്ചോ എന്ന് സംശയം ഉണർത്തുന്ന തരത്തിലായിരുന്നു അവിടെ കൺവെൻഷൻ അരങ്ങേറിയത്. അത്തരത്തിലൊരു ജനക്കൂട്ടത്തിന് തന്നെയാണ് ഇന്ന് വടകര സാക്ഷ്യം വഹിച്ചത്. ട്രെയിനിൽ വന്നിറങ്ങിയ കെ മുരളീധരനെ ആവേശോജ്വലതയോടെയാണ് ജനങ്ങളെല്ലാം സ്വീകരിച്ചത്. RMP അടക്കമുള്ള പാർട്ടിയുടെ പിന്തുണയും കെ മുരളീധരന് അവിടെയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത്തരത്തിലുള്ള ഒരു ജനക്കൂട്ടമാണ് വടകരയിൽ കാണാൻ സാധിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ തുറന്ന വാഹനത്തിലായിരുന്നു കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. ഒരു ആഹ്ലാദാരവങ്ങൾ മുഴക്കിയാണ് അണികൾ മുഴുവനും കെ മുരളീധരനെ ആനയിച്ചു കൊണ്ടുപോയത്. കെ മുരളീധരൻ ജയിച്ചോ എന്ന് പോലും സംശയം തോന്നുന്ന വിധത്തിൽ അത്തരത്തിൽ ഒരു മഹാ ജനപ്രളയമായിരുന്നു വടകരയിൽ ഇന്ന് ഉണ്ടായിരുന്നത്. വടകരയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എന്തോ തീരുമാനം എടുത്ത കണക്കാണ് അവിടുത്തെ ജനപ്രവാഹത്തെ ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. അത്രമാത്രം ജനപ്രവാഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. തങ്ങളുടെ നേതാവിനെ ജൈവിളികളും അനുകൂല മുദ്രാവാക്യങ്ങളും മുഴക്കിയാണ് അവർ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ആനയിച്ചു കൊണ്ടുപോയത്. മുട്ടുസൂചി വീഴാൻ പോലും ഇടം നൽകാത്ത വിധത്തിലായിരുന്നു ആ വീഥികൾ മുഴുവനും. അത്തരത്തിൽ ഒരു വലിയ ജനപ്രവാഹമാണ് മുരളീധരനെ ആനയിച്ചു കൊണ്ടുപോകാൻ അവിടെ ഉണ്ടായിരുന്നത്. തുറന്ന ജീപ്പിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മുരളീധരൻ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയത്. ആത്മവിശ്വാസം മുരളീധരനും പങ്കുവെക്കുന്നുണ്ട്. ഞാൻ കാരണം ഒരു ഭാര്യമാരുടെയും താലി അഴിയുകയില്ല എന്നും ഞാൻ കാരണം ഒരു മാതാപിതാക്കൾക്കും മക്കളെ നഷ്ടപ്പെടില്ല എന്നും മുരളീധരൻ ആത്മവിശ്വാസത്തോടെ അവിടെ പങ്കുവച്ചത് ഹർഷാരവത്തോടെയാണ് ജനങ്ങൾ മുഴുവനും സ്വീകരിച്ചത്. വടകരയെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന ഒരു കൺവെൻഷൻ തന്നെയായിരുന്നു ഇത്. UDFന്റെ ആദ്യ കൺവെൻഷൻ കൂടിയാണിത്. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താകും വടകരയെന്നും ജയം ഉറപ്പാണെന്നും കെ മുരളീധരൻ അവിടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് കെ മുരളീധരൻ അവിടെ ലഭിച്ചത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. VM സുധീരൻ അടക്കമുള്ള നേതാക്കളും ഘടകകക്ഷികളും ചടങ്ങിൽ പങ്കാളികളായിരുന്നു. മണ്ഡലത്തിൽ ആദ്യമായി എത്തിയ സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ആവേശോജ്വലമായ ഒരു സ്വീകരണം തന്നെയാണ് നൽകിയത്. ഒരിക്കലും മുരളീധരന് ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ സ്വീകാര്യതയാണ് വടകരയിൽ ലഭിച്ചത്. ഈ ജനപ്രവാഹം കണ്ടാൽ വടകരയിൽ PJ രാജൻ തോറ്റുപോകുമോ എന്നുള്ള ഒരു ആശങ്കയും ഇടത് അനുകൂലികൾക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത്. മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ കടന്നു പോകുമ്പോൾ അതിൽ ചുവന്ന കൊടികളും കാണാം. RMPയുടെ പിന്തുണയാണിത്. RMPയുടെ ചുവന്ന കൊടി എവിടെ പാറുന്നത് ഇടത് ക്യാമ്പുകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു വലിയ പ്രചരണം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ആവേശോജ്വലമായ സ്വീകരണമാണ് മുരളീധരന് അവിടെ നൽകിയിരിക്കുന്നത്. അത്രമേൽ ജനസാഗരമായിരുന്നു വടകര എന്ന് വേണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.